ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. സേമിയ കേസരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സേമിയ കേസരി ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ഉരുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നെയ്യിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. കളർ നന്നായിട്ട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കശുവണ്ടി ആ നെയ്യിലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കശുവണ്ടി മുന്തിരിയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒത്തിരി കളർ മാറാൻ വെയിറ്റ് ചെയ്യേണ്ട. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 150 ഗ്രാം സേമിയാണ്. വറക്കാത്ത സേമിയാണ് എടുത്തേക്കുന്നത്. വറുത്ത സേമിയ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് വറക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇവിടെ വറക്കാത്ത സേമിയ എടുത്തുകൊണ്ട് അത് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവാൻ വേണ്ടി നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെയാണ് സേമിയ ആഡ് ചെയ്തത്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കണം. അടുത്തായിട്ട് അതേ ഫ്രൈ പാനിലേക്ക് തന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 1/2 ലിറ്ററോളം പാലാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പഞ്ചസാര മധുരം പിന്നീട് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പാലിലേക്ക് നമ്മൾ വെള്ളവും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് കട്ട പിടിക്കാണ്ട് നോക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ട പിടിക്കാതെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സേമിയ ഇത് കുക്കാവാനായിട്ട് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. കാര്യം നമ്മൾ നന്നായിട്ട് ഇത് വറുത്ത് വെച്ചതാണ്. അതുകൊണ്ട് അത് കുക്കാവാനായിട്ട് ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. അടുത്ത് അതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇവിടെ പിന്നീട് 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തു. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചെറുപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് അലിഞ്ഞ് ചേരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏറ്റവും മിനിമം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഒരു പ്ലേറ്റിൽ നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കളറിന് ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കളറില്ലാതെ ഈ റെസിപ്പി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് മഞ്ഞ ഷെയ്ഡിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അത് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത പാത്രത്തിലേക്ക് ചൂടോടുകൂടി നമ്മളത് മാറ്റുകയാണ്. നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം വേണം പാത്രത്തിൽ നിന്ന് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. സൈഡ് കത്തി വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ കളർ ഒരു ലൈറ്റ് മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആറിയതിന് ശേഷമായിരിക്കും ആ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നെങ്കിൽ അപ്പം തന്നെ കളർ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ആയാലും ഇത് ഇഷ്ടപ്പെടും. അതിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ചെറിപ്പഴം കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ കാണാനും നല്ലൊരു ലുക്കാണ്.
കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇന്നത്തെ റെസിപ്പി സേമിയ കേസരി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.